നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം. തുടർച്ചയായി ഇന്നലെ രണ്ടാം ദിനവും നമ്മുടെ മാർക്കറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവിലാണ് ക്ലോസ് രേഖപ്പെടുത്തിയത്. ഇന്ത്യ വിക്സിൽ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ നേരിയ തോതിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തി 2.86%, 18.01 എന്ന നിലയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 4662.92 കോടി രൂപയുടെ ബൈ നമ്മുടെ മാർക്കറ്റിൽ നടത്തുകയുണ്ടായി. തത്സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 7911.99 കോടി രൂപയുടെ ബൈ നമ്മുടെ മാർക്കറ്റിൽ നടത്തി. അതുപോലെ തന്നെ ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഫ്യൂച്ചർ മാർക്കറ്റ് പൊസിഷനിൽ ചൊവ്വാഴ്ചയിൽ 67,419 കോടി രൂപയിൽ നിന്നും ബുധനാഴ്ച ആയപ്പോൾ 78,987 കോടി രൂപയിലേക്ക് ഷോർട്ട് പൊസിഷൻ വർദ്ധിപ്പിക്കുകയുണ്ടായി. ഇന്നലെ ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 85.40 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിച്ചു. തുടർച്ചയായി രണ്ടാഴ്ച നമ്മുടെ നിഫ്റ്റി ഒരു കൺസോളിഡേഷൻ ഫേസിലാണ് ട്രേഡ് ചെയ്തതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. 24,500, 25,100 എന്ന റേഞ്ചിന് ഇടയിൽ നിന്നുകൊണ്ടാണ് ഈ രണ്ടാഴ്ചയും നമ്മുടെ മാർക്കറ്റ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്നത്തെ ട്രേഡിംഗിലേക്ക് വന്നു കഴിയുമ്പോൾ 24,700 ഇതുവരെ നിഫ്റ്റിക്ക് ഒരു നല്ല സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അഥവാ അവിടെ നിന്ന് നിഫ്റ്റി ഫോളോ ചെയ്യുകയാണെങ്കിൽ 24,500, 24,450 എന്ന ലെവലുകൾ കാണുവാൻ സാധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ നിഫ്റ്റി മുകളിലേക്ക് പോവുകയാണെങ്കിൽ 24,850 എന്ന ലെവൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ 25,116 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ മാസം തന്നെ നിഫ്റ്റി 4% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. ഇന്ന് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി ആണ്. ഇന്നലെ പുട്ട് സൈഡിൽ ഉണ്ടായിരുന്നവർക്കൊക്കെ കോൾ സൈഡിലേക്ക് കയറുവാൻ നല്ലൊരു സുവർണ അവസരം കിട്ടി. കാരണം പുട്ട് സൈഡിലെ പ്രീമിയംസ് ഒക്കെ ഇന്നലെ ഏകദേശം 3 മണിക്ക് ശേഷം മെൽറ്റായി. പക്ഷേ അതേസമയം കോൾ സൈഡിലെ പ്രീമിയംസ് വീണ്ടും റൈസ് ചെയ്യുന്നതായി കാണുവാൻ സാധിച്ചു. കാരണം ഇതിന് പ്രധാനപ്പെട്ട കാരണം തന്നെ നിഫ്റ്റിയുടെ PCR 0.66 എന്ന ലെവലിലേക്ക് ഇന്നലെ ഇടിയുന്നതായിട്ട് തന്നെ കാണാൻ സാധിച്ചു. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ 25,500 എന്ന സ്ട്രൈക്ക് കോൾ സൈഡിലേക്ക് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. തത്സമയം തന്നെ 24,000 എന്ന സ്ട്രൈക്ക് പുട്ട് സൈഡിലേക്കും മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിക്കുന്നു നിലവിലെ ഡേറ്റകൾ പ്രകാരം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ 2 ആഴ്ചയായി ബാങ്ക് നിഫ്റ്റിയും ഒരു കൺസോളിഡേഷൻ മോഡിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ കോൾ സൈഡിലേക്ക് 57,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായി നിലവിൽ സാധിക്കുന്നത്. പുട്ട് സൈഡിലേക്ക് 55,000 എന്ന സ്ട്രൈക്കിലും. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലെ US മാർക്കറ്റ് നെഗറ്റീവിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. ഡോ ജോൺസ് ഫ്യൂച്ചർ ഇപ്പോൾ പോസിറ്റീവായിട്ടാണ് ട്രേഡിംഗ് രേഖപ്പെടുത്തുന്നത്. ഇന്നലത്തെ ഡേറ്റകൾ പ്രകാരം ടെസ്ലയുടെ സെയിൽസിൽ 50% ഇടിവാണ് യൂറോപ്പിൽ പുതിയ താരിഫ് നയവുമായി ബന്ധപ്പെട്ട് ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവായിട്ടാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് ഇപ്പോൾ വന്നു കഴിയുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. ഒട്ടുമിക്ക ഏഷ്യൻ മാർക്കറ്റ്സും ഇപ്പോൾ പോസിറ്റീവായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡും ക്രൂഡ് ഓയിലും ഇന്ന് ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് വ്യാപാരം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. തത്സമയം സ്വർണത്തിൽ ചെറിയൊരു ഇടിവ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ സ്റ്റോക്കിംഗ് ന്യൂസിലേക്ക് പ്രവേശിക്കാം. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഇൻഡസ് ബാങ്കിന്റെ മുൻ NMD സെബി ട്രേഡിംഗിൽ നിന്ന് ബാൻ ചെയ്തു. കാരണം ഇൻസൈഡർ ട്രേഡിംഗ് സെബി കണ്ടുപിടിച്ചതിനെ തുടർന്നാണ്. അപ്പോളോ മൈക്രോ സിസ്റ്റംസ് കമ്പനിക്ക്
114 കോടി രൂപയുടെ പുതിയൊരു കയറ്റുമതി ഓർഡർ ലഭിക്കുകയുണ്ടായി. തൽഫലമായി തന്നെ ഒരു 11% റാലി ഇന്നലെ സ്റ്റോക്കിൽ കാണുവാനായി സാധിച്ചു. ഒരു മാസത്തിനുള്ളിൽ സ്റ്റോക്ക് 51% ഉയർച്ച രേഖപ്പെടുത്തി. ഹിന്ദുസ്ഥാൻ കോപ്പർ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 50% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 124 കോടി രൂപയിൽ നിന്നും 187 കോടി രൂപയിലേക്ക് ഉയർത്തുകയുണ്ടായി. ₹1.46 ഡിവിഡൻഡ് പെർ ഷെയറും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ടെക്നോ ഇലക്ട്രിക് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനിയുടെ ലാഭം 74% വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 77.54 കോടി രൂപയിൽ നിന്നും 134.65 കോടി രൂപയിലേക്ക് ഉയർച്ച രേഖപ്പെടുത്തി. ₹9 ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചു. ത്രിവേണി എഞ്ചിനീയറിംഗ് കമ്പനിയുടെ ലാഭം 14% ഉയർച്ച രേഖപ്പെടുത്തി 161 കോടി രൂപയിൽ നിന്നും 183 കോടി രൂപയായി നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. ₹2.50 ഡിവിഡൻഡ് പെർ ഷെയറും പ്രഖ്യാപിച്ചു. BEML കമ്പനി ലൈറ്റ് ഇൻഫൻട്രി വാഹനങ്ങൾ നിർമ്മാണത്തിലേക്ക് കടക്കുകയാണെന്നൊരു ന്യൂസ് വരുന്നുണ്ട്. അദാനി എനർജി ഫണ്ട് റൈസിംഗുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ മെയ് 31 എടുക്കുമെന്ന് കമ്പനിയുടെ ബോർഡ് അറിയിക്കുകയുണ്ടായി. NMDC കമ്പനിയുടെ പ്രോഫിറ്റ് 22% ഇടിവ് രേഖപ്പെടുത്തി Q4 റിസൾട്ടിൽ. ICICI ബാങ്കും ICICI സെക്യൂരിറ്റിയും തമ്മിലുള്ള ലയനത്തിനെതിരെയുള്ള കേസിൽ വിജയം നേടുകയുണ്ടായി. സൂപ്പർജിത്ത് എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പ്രോഫിറ്റ് 59 കോടി രൂപയിൽ നിന്നും 27 കോടി രൂപയിലേക്ക് ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.